ബംഗളൂരു വന്ദേ ഭാരത് ട്രെയിൻ സർവീസ് ജൂണിൽ ആരംഭിക്കുമെന്ന് റെയിൽവേ സഹമന്ത്രി വി സോമണ്ണ. മംഗളൂരു ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കവെയാണ് സോമണ്ണ ഇക്കാര്യം വ്യക്തമാക്കിയത്. മംഗളൂരു ബംഗളൂരു പാതയിലെ വൈദ്യുതീകരണ ജോലികൾ പൂർത്തിയായെന്ന് അദ്ദേഹം സ്ഥിരീകരിച്ചു. വന്ദേ ഭാരത് സർവീസിന് ഇത് നിർണായകമായ അത്യാവശ്യമായിരുന്നു. ഇതോടെ ഇനി ശേഷിക്കുന്നത് മറ്റന്തിമ നടപടിക്രമങ്ങൾ മാത്രമാണെന്നും അദ്ദേഹം പറഞ്ഞു. അടുത്ത മാസം പ്രധാനമന്ത്രി ഏതാനും വന്ദേ ഭാരത് എക്സ്പ്രസ് ട്രെയിനുകൾ ഫ്ളാഗ് ഓഫ് ചെയ്യും. അതിൽ മംഗളൂരു ബംഗളൂരു വന്ദേ ഭാരതും ഉൾപ്പെടും. മംഗളൂരു അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് സമീപം പുതിയ റെയിൽവേ സ്റ്റേഷൻ വികസിപ്പിക്കുന്നതിനുള്ള സാധ്യതാ പഠനവും നടന്നുവരികയാണെന്നും സോമണ്ണ കൂട്ടിച്ചേർത്തു. 38 കോടി രൂപ ചെലവിൽ മംഗളൂരു ജംഗ്ഷൻ സ്റ്റേഷൻ നവീകരിക്കുന്ന പ്രവൃത്തികൾ പുരോഗമിക്കുകയാണ്. ഒക്ടോബറോടെ ഇത് പൂർത്തിയാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. മംഗളൂരു സെൻട്രൽ സ്റ്റേഷന്റെ വികസനത്തിനായുള്ള മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കൽ അവസാന ഘട്ടത്തിലാണെന്നും അദ്ദേഹം പറഞ്ഞു. ശിവമോഗ ശൃംഗേരി മംഗളൂരു റൂട്ടിൽ 3300 കോടി രൂപ ചെലവിൽ പുതിയ പാതയ്ക്ക് മന്ത്രാലയം അംഗീകാരം നൽകിയിട്ടുണ്ടെന്നും സോമണ്ണ പറഞ്ഞു. നിർദ്ദിഷ്ട 332 കിലോമീറ്റർ ട്രാക്കിന്റെ അന്തിമ ലൊക്കേഷൻ സർവേ ഇതിനകം പൂർത്തിയായിട്ടുണ്ടെന്നും ഉടൻ ടെൻഡറുകൾ ക്ഷണിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. 247 കിലോമീറ്റർ ദൈർഘ്യമുള്ള ഹാസൻ മംഗളൂരു പാത ഇരട്ടിപ്പിക്കൽ ജോലികൾ 8300 കോടി രൂപ ചെലവിൽ ഏറ്റെടുക്കും. ഷൊർണൂരിനും മംഗളൂരുവിനും ഇടയിലുള്ള 306 കിലോമീറ്റർ ദൂരത്തിൽ ട്രെയിനുകളുടെ വേഗത മണിക്കൂറിൽ 160 കിലോമീറ്ററായി വർദ്ധിപ്പിക്കുന്നതിനുള്ള സർവേ പൂർത്തിയായതായും ഒരു DPR ഉടൻ തയ്യാറാക്കുമെന്നും സോമണ്ണ പറഞ്ഞു. അതേസമയം പുതിയ വന്ദേ ഭാരത് ട്രെയിനിന്റെ സമയവിവരങ്ങൾ ഇന്ത്യൻ റെയിൽവേ ഇതുവരെ പ്രസിദ്ധീകരിച്ചിട്ടില്ല. പുറപ്പെടൽ, എത്തിച്ചേരൽ സമയങ്ങളോ യാത്രാ സമയമോ ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല. സർവീസിന്റെ കൂടുതൽ വിവരങ്ങൾ വരാത്തതിനാൽ തന്നെ ടിക്കറ്റ് നിരക്കുകളും ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടില്ല. വരും ദിവസങ്ങളിൽ ഇത് സംബന്ധിച്ച അറിയിപ്പുകൾ റെയിൽവേ പുറത്തുവിടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ബംഗളൂരുവിൽ നിന്ന് എറണാകുളത്തേക്ക് ഇന്നലെ പുറത്തിറക്കിയ ടൈം ടേബിൾ അനുസരിച്ച് രാവിലെ 5:10 KSR ബംഗളൂരുവിൽ നിന്ന് പുറപ്പെടുന്ന ട്രെയിൻ ഉച്ചയ്ക്ക് 1:50 എറണാകുളത്തെത്തും. തിരിച്ച് 2:20 പുറപ്പെട്ട് രാത്രി 11 ബംഗളൂരുവിലും എത്തും. തൃശൂർ, പാലക്കാട്, കോയമ്പത്തൂർ, ഈറോഡ്, തിരുപ്പൂർ, സേലം, കൃഷ്ണരാജപുരം എന്നിവിടങ്ങളിൽ സ്റ്റോപ്പ് ഉണ്ടാകും. ബുധനാഴ്ച ഒഴികെയുള്ള ദിവസങ്ങളിലാണ് സർവീസ്. ബംഗളൂരു എറണാകുളം വന്ദേ ഭാരത് സർവീസ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓൺലൈനായി ഉദ്ഘാടനം ചെയ്തേക്കും. നിലവിൽ ബംഗളൂരുവിൽ നിന്ന് ദിവസവും രാവിലെ ഇന്റർസിറ്റി ട്രെയിൻ സർവീസ് ഉണ്ട്. രാവിലെ 6:10 പുറപ്പെടുന്ന ഇന്റർസിറ്റി വൈകിട്ട് 4:55 എറണാകുളത്തെത്തും. രാവിലെ 9:10 പുറപ്പെട്ട് രാത്രി 9 ബംഗളൂരുവിലും എത്തും. യാത്രാസമയം 10:45 മുതൽ 12 മണിക്കൂർ വരെയാണ്. അതേസമയം വന്ദേ ഭാരത് കേവലം 8 മണിക്കൂർ കൊണ്ട് ഓടിയെത്താം. വന്ദേ ഭാരത് സർവീസിനൊപ്പം ബാംഗ്ലൂർ, എറണാകുളം, ബാംഗ്ലൂർ ഇന്റർസിറ്റി സർവീസും തുടരും. അതിനിടെ ജമ്മുവിനെയും ശ്രീനഗറിനെയും അതിവേഗ റെയിൽ ബന്ധത്തിലൂടെ കൂട്ടിയിണക്കുന്ന വന്ദേ ഭാരത് എക്സ്പ്രസ് സർവീസ് ആരംഭിച്ച് ഏതാനും ആഴ്ചകൾക്കുള്ളിൽ തന്നെ യാത്രക്കാരുടെ വലിയ സ്വീകാര്യത നേടി മുന്നേറുകയാണ്. ഈ മാസം ആദ്യത്തിൽ സർവീസ് ആരംഭിച്ച ട്രെയിൻ ഇതിനോടകം 1 ലക്ഷത്തിലധികം യാത്രക്കാരെ ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചിരിക്കുകയാണ്. വെറും 4.5 മണിക്കൂർ കൊണ്ട് മാത്രം ജമ്മുവിൽ നിന്ന് ശ്രീനഗറിൽ എത്താൻ കഴിയുന്നതാണ് ഈ സർവീസിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയായി വിലയിരുത്തപ്പെടുന്നത്. മുമ്പ് മണിക്കൂറുകൾ നീണ്ടുനിന്ന യാത്രയും ദേശീയപാതകളിലെ ഗതാഗത തടസ്സങ്ങളും കാലാവസ്ഥാ പ്രശ്നങ്ങളും യാത്രക്കാരെ ഏറെ ബുദ്ധിമുട്ടിലാക്കിയിരുന്ന സാഹചര്യത്തിലാണ് വന്ദേ ഭാരത് വലിയ ആശ്വാസമായി മാറിയത്. മുമ്പ് ഡൽഹിയിൽ നിന്ന് ജമ്മുവിലേക്ക് മാത്രമായിരുന്നു വന്ദേ ഭാരത് സർവീസ് ഉണ്ടായിരുന്നത്. ശ്രീനഗറിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് കത്ര റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി മറ്റു മാർഗങ്ങൾ ആശ്രയിക്കേണ്ട സാഹചര്യം ഉണ്ടായിരുന്നു. എന്നാൽ അടുത്തിടെ ജമ്മുവിൽ നിന്ന് നേരിട്ട് ശ്രീനഗറിലേക്കുള്ള സർവീസ് ആരംഭിച്ചതോടെ യാത്രക്കാരുടെ എണ്ണം കുത്തനെ ഉയർന്നു. കശ്മീരിലേക്കുള്ള വിനോദസഞ്ചാരികളുടെ വരവും സ്വദേശികളുടെ യാത്രകളും വ്യാപാര ആവശ്യങ്ങളും എല്ലാം കൂടി ട്രെയിനിന്റെ തിരക്ക് വർദ്ധിച്ചു. മെയ് 2 മുതൽ മെയ് 23 വരെയുള്ള വെറും 22 ദിവസത്തിനിടെ 1,01,50 യാത്രക്കാരാണ് ഈ അതിവേഗ ട്രെയിൻ സർവീസ് ഉപയോഗിച്ചത് എന്നാണ് റെയിൽവേ അധികൃതർ വ്യക്തമാക്കുന്നത്. സർവീസിനുള്ള ജനപ്രീതി ദിനംപ്രതി ഉയരുന്നതായും അധികൃതർ ചൂണ്ടിക്കാട്ടുന്നു. കുറഞ്ഞ ചെലവിൽ സുരക്ഷിതവും വേഗതയേറിയതുമായ യാത്ര സാധ്യമാകുന്നതിനാൽ സാധാരണക്കാരിൽ നിന്ന് വ്യാപാരികൾ വരെ എല്ലാവരും ഈ സർവീസിനെ ആശ്രയിക്കുകയാണ്. യാത്രക്കാരെ ഏറ്റവും കൂടുതൽ ആകർഷിക്കുന്ന ഘടകങ്ങളിൽ പ്രധാനപ്പെട്ടത് കുറഞ്ഞ ടിക്കറ്റ് നിരക്കാണ്. ഭക്ഷണ ചെലവ് ഉൾപ്പെടെ ഏകദേശം 730 രൂപ മാത്രമാണ് ടിക്കറ്റ് നിരക്ക്. ഇതിന് വിപരീതമായി ജമ്മുവിനും ശ്രീനഗറിനും ഇടയിലുള്ള വിമാനയാത്രയ്ക്ക് സാധാരണയായി 9,000 രൂപ മുതൽ 15,000 രൂപ വരെ ചെലവാകാറുണ്ട്. ഇതോടെ വിമാനയാത്രയ്ക്ക് പകരം കൂടുതൽ സൗകര്യപ്രദവും ചെലവ് കുറഞ്ഞതുമായ മാർഗമായി വന്ദേ ഭാരത് മാറിയിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.